ഹൈദരാബാദിൽ 2006 മുതൽ 2011 വരെ നടന്ന മുല്ലപ്പെരിയാർ സമരത്തിൻ്റെ ഭാരവാഹിയായിരുന്നു ഞാൻ. ഞങ്ങളുടെ പോരാട്ടത്തിനൊടുവിൽ 2014 മെയ് 7 സുപ്രീം കോടതിയുടെ വിധിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് അധികം ആളുകൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തേക്കടിയും കുമളിയും സന്ദർശിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, കമ്പത്ത് വെള്ളം കുടിക്കുന്ന ആളുകൾ താമസിക്കുന്നത് കമ്പത്താണ്. ഈ വെള്ളം കിടക്കുന്നത് കുമളിയിലാണ്, 1300 അടി ഉയരത്തിൽ. ഈ 1300 അടി ഉയരത്തിൽ കിടക്കുന്ന വെള്ളം 1300 അടി താഴെ താമസിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കാൻ ഒരു ടണൽ നിർമ്മിച്ചാൽ മതി. താഴ്ന്ന വിധാനത്തിൽ ഒരു ടണൽ നിർമ്മിച്ചാൽ വെള്ളം തമിഴ്നാട്ടിലെത്തും. ഈ ഡാമിലെ വെള്ളം ജലനിരപ്പ് താഴ്ത്തി തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഉറപ്പാക്കാം. സുപ്രീം കോടതിയുടെ ഒരു സെൻറ്റൻസ്, ഈ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തണമെന്ന് സുപ്രീം കോടതി 2014 മെയ് 7 വിധിയിൽ പേജ് നമ്പർ 148 മുതൽ 152 വരെ പറഞ്ഞിരിക്കുന്ന ഈ ടണലിൻ്റെ കാര്യമാണ്. എന്നിട്ട് കോടതി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു, ഞാൻ കോടതിയുടെ ആ സെൻറ്റൻസ് ഒന്ന് കോട്ട് ചെയ്യാം, കൊണ്ട് പരിഹരിക്കാമെന്നും അതിന് ജലനിരപ്പ് താഴ്ത്താൻ ഒരു ടണൽ, ഒരു പുതിയ ടണൽ നിർമ്മിച്ചാൽ മതിയെന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ പുതിയ ടണലിന് വേണ്ടിയാണ് ഇനി പോരാടേണ്ടത്, മറ്റൊന്നുമല്ല. നിങ്ങൾ കാണുന്നത് കലൂരിൽ നിന്ന് മറൈൻ ഡ്രൈവ് വരെയുള്ള ജാഥയാണ്. ഇത് പരിസമാപിക്കുന്നത് ഇപ്പോൾ വൈകുന്നേരം 6 മണി കഴിയുമ്പോഴാണ്. നമ്മൾ പ്രത്യാശിക്കുന്നത് പോലെ എല്ലാം എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. മലനാട് മീഡിയ, വിഷ്ണു. പക്ഷേ എല്ലാവരും കൂടി അഭിപ്രായപ്പെടുന്നതനുസരിച്ച് ഇപ്പോൾ തൽക്കാലം ഞാൻ വഴങ്ങുകയാണ്. ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിൻ്റെ ഉദ്ഘാടനം നടത്തേണ്ടത് അഡ്വക്കേറ്റ് KM ഷാജഹാനാണ്. അതിൽ ഈ 999 വർഷത്തെ പാട്ടക്കരാറ് നീട്ടി വീണ്ടും 999 കൊല്ലത്തേക്ക് കൊടുത്ത അന്നത്തെ ഭരണമുന്നണിയുടെയും ഇടതുമുന്നണിയുടെയും സംയുക്തമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അതനുസരിച്ച് അന്നത്തെ ആ ഭരണമുന്നണിയും ഇടതുമുന്നണിയും ഇന്നത്തെ UDF LDF ആണ്. ആ UDFന്റെ LDFന്റെ കൂടെ വളരെ കാലം നിന്നിട്ടുള്ള ഷാജഹാനാണ്. ആ ഷാജഹാന് മുഖ്യമന്ത്രി അച്യുതമേനോന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അന്ന് 999 കൊല്ലത്തേക്ക് എന്തിനെഴുതി കൊടുത്തുവെന്ന് നമ്മുടെ ഷാജഹാനും അറിയാം. അദ്ദേഹം അത് പറയും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പോൾ അതിനെതിർത്ത് സമരം ചെയ്ത് എന്തുകൊണ്ട്, അത് വെച്ച് പൊളിച്ചു കളയാമായിരുന്നല്ലോ, അത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ട് എന്നെല്ലാം അഡ്വക്കേറ്റ് ഷാജഹാൻ പറയും. അദ്ദേഹത്തെ അതെല്ലാം വിശദീകരിക്കാൻ വേണ്ടി ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള അഡ്വക്കേറ്റ് KM ഷാജഹാൻ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. സമാപന സമ്മേളനത്തിൽ ജനപക്ഷം, ബെന്നി ജോസഫ്, ക്രൈം പത്രാധിപർ TP നന്ദകുമാർ എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ജാഥയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിനായി ബഹുമാന്യനായ അഡ്വക്കേറ്റ് KM ഷാജഹാൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. സമര സമിതിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ, മറ്റ് സുഹൃത്തുക്കൾ, ഈ സമരജാഥയിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ യോഗം കേൾക്കാനെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്നവര് അവരുയർത്തുന്ന വിഷയം, ആ വിഷയം പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി
എന്തുകൊണ്ട് ഉയർന്നു വരുന്നില്ല എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തൊരു കാര്യമാണ്. കാരണം ഈ വിഷയത്തെക്കാൾ എത്രയോ ചെറിയ ചെറിയ വിഷയങ്ങൾ ദിവസങ്ങളോളം മാസങ്ങളോളം ആഴ്ചകളോളം സംസാരിക്കുന്ന നമ്മൾ 35 ലക്ഷം ജനങ്ങളുടെ ജീവൽ പ്രശ്നം, ആ 35 ലക്ഷം ജനങ്ങളുടെ ജീവൽ പ്രശ്നം എന്ന് ഞാൻ പറയുമ്പോൾ അത് കേരളത്തിലുള്ള ജനങ്ങളുടെ മാത്രമല്ല, നമ്മുടെ സഹോദര സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ 5 സംസ്ഥാനങ്ങളുടെ ജനങ്ങളുടെ ഉൾപ്പെടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഏറ്റവും ദയനീയവും ഹീനവുമായിട്ടുള്ള ഏറ്റവും നികൃഷ്ടവുമായിട്ടുള്ള ഒരു സംഭവവികാസമായി സുഹൃത്തുക്കളെ ഞാൻ കാണുകയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ 2001-2006 കാലഘട്ടത്തിൽ അന്ന് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച ഒരാളാണ്. എനിക്ക് ഓർമ്മയുണ്ട്, വി എസ് അച്യുതാനന്ദനാണ് ഈ മുല്ലപ്പെരിയാർ വിഷയം കേരളത്തിൽ എനിക്ക് 80കളുടെ അവസാനം തന്നെ ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനു മുമ്പ് ഈ വിഷയം ഇല്ല എന്നുള്ളൊരു അർത്ഥത്തിലല്ല. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, വി എസ് അച്യുതാനന്ദൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ ആയിരുന്ന സമയത്ത് അന്ന് മുല്ലപ്പെരിയാർ സന്ദർശിച്ചു. അന്ന് നയനാർ സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. അന്ന് തമിഴ്നാട് അവിടെ നടത്തുന്ന അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകളുമായി വി എസ് അച്യുതാനന്ദൻ രംഗത്ത് വന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു. അന്ന് വി എസ് അച്യുതാനന്ദനെതിരെ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമൻ ബേബി ജോൺ രൂക്ഷമായിട്ടുള്ള പ്രതികരണവുമായി രംഗത്ത് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് വി എസ് അച്യുതാനന്ദൻ ഈ വിഷയം എടുത്തപ്പോൾ CPM-നകത്തു നിന്നും ശക്തമായിട്ടുള്ള എതിർപ്പ് വി എസ് അച്യുതാനന്ദനെതിരെ ഉയർന്നു വന്നിരുന്നു. കാരണം ഈ വിഷയത്തിൽ അപ്പുറത്ത് നിൽക്കുന്നത് തമിഴ്നാട് സംസ്ഥാനമായതുകൊണ്ട് തമിഴ്നാട്ടിലെ CPM-കാരുടെ പ്രതിഷേധം വി എസിനെതിരെ ഉയർന്നു വന്നിരുന്നു. പക്ഷെ വി എസ് ഒരു ഇഞ്ച് പോലും അതിൽ നിന്ന് പിന്നോട്ട് പോയി. പിന്നീട് 2001-2006 കാലഘട്ടത്തിൽ വി എസിനോടൊപ്പം ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വി എസിന്റെ കൂടെ പത്രലേഖകരും ഒപ്പം ആദ്യം പോയ ഒരു യാത്ര എന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ എവിടെയോ ഒരു ഭാഗത്തുള്ള മേക്കര എന്ന് പറഞ്ഞ ഒരു അണക്കെട്ടിലേക്കായിരുന്നു. ആ മേക്കര അണക്കെട്ട് കർണാടകവും കേരളത്തിന്റെ അതിർത്തിയിൽ നിർമ്മിച്ച ഒരു അണക്കെട്ടായിരുന്നു. ആ അണക്കെട്ടിലേക്കാണ് വി എസുമായിട്ട് ആദ്യത്തെ യാത്ര. നമുക്കറിയാമല്ലോ, പൂയംകുട്ടിയും മതികെട്ടാൻ എന്നൊക്കെ പറഞ്ഞ് വി എസ് യാത്രകൾ പോയിട്ടുണ്ടല്ലോ. ആ യാത്രകളുടെ തുടക്കം ഈ മേക്കര ഡാമിലേക്കുള്ള യാത്രയിലൂടെയായി. അന്ന് അവിടെ വെച്ച് നദീതല അന്തർ സംസ്ഥാന നദിയിലെ തർക്കമുണ്ട്, അത് നമുക്കെതിരാണ്. ആ വിഷയങ്ങളെല്ലാം വി എസ് എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ സജീവമായി ഇടപെടാതിരുന്നതിൽ എനിക്ക് ഉള്ള ഒരു കുറ്റബോധം ഞാൻ ഒരു ഇഞ്ച് പോലും നിങ്ങളുടെ മുമ്പിൽ ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. എന്താണ് എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളോട് നിരുപാധികം ഒരു മാപ്പ് പറയാൻ തയ്യാറാവുന്നു എന്ന് മാത്രമല്ല, ഇനിയുള്ള എന്റെ മുന്നോട്ടുള്ള പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും മുൻഗണന നൽകി ഞാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാവുന്ന ഒരു വിഷയം ഈ മുല്ലപ്പെരിയാർ വിഷയമായിരിക്കും എന്നാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാൻ. ഈ മുല്ലപ്പെരിയാർ വിഷയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് കേരളം വേഴ്സസ് തമിഴ്നാട് എന്നുള്ളൊരു സൂചനയാണ് അതിനകത്ത് ആദ്യം തന്നെ വരിക. എന്നാൽ അങ്ങനെയല്ല നമ്മൾ ആ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തമിഴ്നാട് എടുക്കുന്ന പല നിലപാടുകളെയും നമ്മൾ ശക്തയുക്തം എതിർക്കേണ്ടതാണ്. അത് എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പലയിടത്തും അതൊക്കെ ഞാൻ സൂചിപ്പിക്കും. എന്നിരുന്നാൽ പോലും തമിഴ്നാട്ടിലെ 5 ജില്ലകളിലെ ജനങ്ങളുടെ നിലനിൽപ്പിനെയും കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് എന്നുള്ളത് കൊണ്ട് ഒരു പരസ്പര പൂരകമായിട്ടുള്ള നിലപാടാണ് ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അതങ്ങനെയായി. എനിക്ക് ഇതിന്റെ കുറച്ച് ചരിത്രവും കൂടി പറഞ്ഞുകൊണ്ട് ആരംഭിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പശ്ചിമഘട്ട മലനിരകൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതിൽ ഭാഗഭാക്കായിട്ടുള്ളത്. പശ്ചിമഘട്ട മലനിരകൾക്ക് അപ്പുറത്ത് തമിഴ്നാട്ടിൽ ഉള്ള 5 ജില്ലകൾ, അതായത് കമ്പം, തേനി, മധുര, ശിവഗംഗ, അതുപോലെ തന്നെ രാമനാഥപുരം എന്ന് പറയുന്ന 5 ജില്ലകൾ. 5 ജില്ലകൾ അപ്പുറത്ത് തമിഴ്നാട്ടിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ളപ്പോൾ ഇപ്പുറത്തൊരു 18,000 ഏക്കർ സ്ഥലം തിരുവിതാംകൂർ രാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ പ്രദേശങ്ങളാണ് ഈ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ അടിസ്ഥാനപരമായി ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞ തമിഴ്നാട്ടിലെ 5 ജില്ലകളിൽ 5 ജില്ലകൾ ഏതാണ്ട് വരണ്ടുണങ്ങി കിടക്കുന്ന ഒരു സാഹചര്യമായി.
അവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം, അതിൻ്റെയൊക്കെ ഭാഗമായി അവിടെ വലിയ അക്രമ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ മറുവശത്ത് കേരളത്തിനകത്ത് ഉള്ള ഏതാണ്ട് ഒരു 8,000 ഏക്കർ സ്ഥലത്ത് ഒരുപാട് മഴ കിട്ടുന്നു, ജലസമ്പന്നം എന്നൊക്കെ ഉള്ള നില. അപ്പോൾ ഒരു വശത്ത് തമിഴ്നാട്ടിൽ 5 ജില്ലകളിൽ കടുത്ത ദൗർലഭ്യത, കേരളത്തിൽ തൊട്ടിപ്പുറത്ത് പശ്ചിമഘട്ട മലനിരകൾക്ക് ഇപ്പുറത്ത് 8,000 ഏക്കർ സ്ഥലം, അവിടെ ജലനിബിഡം അല്ലെങ്കിൽ ജലസമ്പന്നം. ഈ ഒരു സാഹചര്യം നിലനിന്ന സമയത്താണ് ഈ കേരളത്തിൽ നിന്നുള്ള ഈ ജലം കിഴക്കോട്ടൊഴുക്കി തമിഴ്നാട്ടിലെ ഈ 5 ജില്ലകളിലുള്ള ജനങ്ങളുടെ കാർഷിക ആവശ്യങ്ങൾക്ക് അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഭാഗമായി അന്ന് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് വരുന്നതും, അത് കേരളത്തിലെ ഭരണാധികാരികളുമായി അത് ചർച്ച ചെയ്യുകയും മനസ്സോടെയാണെങ്കിലും 1886 മുല്ലപ്പെരിയാർ പാട്ടക്കരാർ അന്ന് രൂപീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ആ മുല്ലപ്പെരിയാർ പാട്ടക്കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നുണ്ടായത് എന്താണ്? 8,000 ഏക്കർ സ്ഥലം. ആ സ്ഥലത്ത് ഒരേക്കറിന് ഏതാണ്ട് 40 രൂപയുടെ പാട്ടം തമിഴ്നാടിന് കൊടുക്കുന്ന നിലയിൽ, അതെ 5 രൂപ, അത് പിന്നീടാണ് 40 70-ലാണ് 40 കൂടുന്നത്. 5 രൂപ ആയി അന്ന് തീരുമാനിക്കുകയും ആ ജലം തമിഴ്നാടിന് കൊടുക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയും 1886 ഈ പാട്ടക്കരാർ 1886 ഈ പാട്ടക്കരാർ രൂപീകരിക്കപ്പെടുകയും 1896 ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാറിൽ 1896 ഈ പാട്ടക്കരാർ നടപ്പിൽ വരികയും ചെയ്യും. നമ്മൾ ഇതിൻ്റെ ഒരു ഗൗരവാവസ്ഥ നമ്മൾ കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഗൗരവാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് ഈ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 800 അടി മുകളിൽ ഏതാണ്ട് ഒരു 15 TMC വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു. ഇതാണ് മുല്ലപ്പെരിയാർ എൻ്റെ ഒരു റിസർവോയർ, തേക്കടിയിലെ തടാകമൊക്കെ ഉൾപ്പെടെ ഏതാണ്ട് ഇത്രയും കെട്ടി നിർത്തിയിരിക്കുന്നു. ഏതാ 881 മീറ്റർ കിലോമീറ്റർ അല്ല, അടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് അത്രയും വെള്ളം അവിടെ കെട്ടി നിൽക്കുകയാണ്. ആ 15 TMC വെള്ളം കെട്ടി നിൽക്കുന്നത് അത് താഴോട്ട് കുത്തി ഒഴുകി വരുന്നത് വള്ളക്കടവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. അത് അവിടുന്ന് പൊട്ടി ഒഴുകിയാൽ പിന്നീട് വരുന്നത് ഇടുക്കിയിലേക്കും, ഇടുക്കിയിൽ നിന്ന് കുളമാവിലേക്കും, കുളമാവിൽ നിന്ന് മലങ്കരയിലേക്കും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മനസ്സിലാവാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഈ 15 TMC വെള്ളം കുത്തൊഴുകിയാണ് താഴത്തേക്ക് വരിക. അത് ഈ വള്ളക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നു, അവിടുന്ന് അത് താഴത്തേക്ക് ഇടുക്കിയിലേക്ക് വരുന്നു, ഇടുക്കിയിൽ നിന്ന് അത് കുളമാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നു, അവിടുന്ന് മലങ്കര ഡാമിലേക്ക് വരുന്നു, അവിടുന്ന് തൊടുപുഴയിലേക്ക് വരുന്നു. കുത്തൊഴുകിയാണ് വെള്ളം വരുന്നതെന്ന് ആലോചിക്കണം. 15 TMC ആണ് ഇടുക്കി മുല്ലപ്പെരിയാർ എന്ന് വരുന്നതെങ്കിൽ ഇടുക്കി ഡാമിൽ 75 TMCയോളം വെള്ളം കിടക്കുകയാണ്. അതെല്ലാം കൂടെ കുത്തിയൊഴുകി ഒരു മലവെള്ള പാച്ചിലായി തൊടുപുഴയിൽ വന്നാൽ പിന്നെ തൊടുപുഴയിൽ നിന്ന് ആ വെള്ളം ഒഴുകുന്നത് എങ്ങോട്ടാ സുഹൃത്തുക്കളെ? ആലുവയിലേക്കാണെന്ന് ഓർത്തോണം നമ്മൾ. ആലുവ എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിന്റെ വ്യവസായ കേന്ദ്രമാണ് ആലുവ. ആലുവയിൽ നിന്ന് ആ വെള്ളം എറണാകുളത്തേക്ക് വന്നാൽ എറണാകുളത്തുണ്ടാവുന്ന ഭീകരാവസ്ഥ എന്താണെന്ന് നമ്മളും ചിന്തിച്ചു നോക്ക്. നേവൽ ബേസ്, അവിടെ കിടക്കുന്ന കപ്പലുകളൊക്കെ ഈ പറഞ്ഞതുപോലെ കളിപ്പാട്ടം വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് പോലെ ഒഴുകി നടക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി, നമ്മളൊക്കെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഹൈക്കോടതി, ആ ഹൈക്കോടതി ഉൾപ്പെടെ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന അതിഭീകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ എൻ്റെ സുഹൃത്ത് സംസാരിച്ചപ്പോൾ വിദഗ്ധർ പറഞ്ഞത് ഇത്രയും കെട്ടിടാവശിഷ്ടങ്ങളും ഈ പറഞ്ഞതുപോലെ മൃഗങ്ങളും മരങ്ങളും ഒക്കെ കടലേക്ക് ചെന്നാൽ കടൽ തിരിച്ചടിക്കുമെന്നാണ്. ആലോചിച്ച് നോക്കണം, നമ്മൾ എത്ര ഭീകരമാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. കടൽ തിരിച്ചടിക്കുമെന്നാണ്. അവസാനം ഈ പറഞ്ഞതുപോലെ ഏതാണ്ടൊരു 6 ആൾ പൊക്കത്തിൽ വെള്ളം
തൃശ്ശൂർ മുതൽ ആലപ്പുഴ വരെ നിറഞ്ഞു കിടക്കുന്ന ഒരു 6 ആൾ പൊക്കത്തിലുള്ള വെള്ളം ഈ തൃശ്ശൂർ മുതൽ ആലപ്പുഴ വരെ വളരെ ശാന്തമായി കിടക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ? നമുക്ക് ആലോചിച്ച് നോക്കൂ. അപ്പം ഇതാണ് ഈ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ അണക്കെട്ടിലെ ഈ പറഞ്ഞ പോലെ ഇംപെൻഡിങ് ഡേഞ്ചർ, എപ്പോഴും ഉണ്ടാകാവുന്ന ഒരു 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 പിന്നെ ഭീതിജനകമായിട്ടുള്ള ഒരു സംഭവവികാസം. ഇത് പലരും വിവരാവകാശമൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് കൊടുത്തിട്ടുള്ളത് ഏതാണ്ട് 2020 ഒരു വർഷത്തിനിടയിൽ ഒരു 10-20ഓളം ചെറുതും വലുതുമായ ഭൂകമ്പങ്ങൾ നടന്നു എന്നാണ് വിവരാവകാശം വഴി വിവരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയം വലിയ തോതിൽ ചർച്ചാ വിഷയമായി 2000 മുതൽ തന്നെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠങ്ങൾ ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. 2000 മുതൽ, എനിക്ക് തോന്നുന്നു 2000 മുതൽ 2014 വരെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ ഇടപെടലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് നേരിട്ട് നമ്മുടെ കൺമുമ്പിൽ കാണാൻ കഴിയുന്ന ആ ഭയാനകമായിട്ടുള്ള ചിത്രം ഇന്ത്യയുടെ നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിക്ക് ബോധ്യമായിട്ടില്ല എന്നുള്ള ഒരു ഭീതിജനകമായിട്ടുള്ള സംഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കിവിടെ നമ്മുടെ കൺമുമ്പിൽ കാണാവുന്ന കാര്യം, ആ കാര്യം ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന് ബോധ്യമായിട്ടുണ്ടോ എന്ന സംശയം 2000-ലും 2004-ലും 2014-ലുമൊക്കെ സുപ്രീം കോടതി പുറത്തു കൊണ്ടുവന്ന വിധിന്യായങ്ങൾ വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. ആ വിധിന്യായങ്ങളിലൊക്കെ പറയുന്നത് എന്താണ്? വളരെ സുരക്ഷിതമാണ്, എല്ലാ അർത്ഥത്തിലും വളരെ സുരക്ഷിതമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്നുള്ള നിലയിലാണ് ആ വിധിന്യായങ്ങൾ പിന്നെ പറഞ്ഞിട്ടുള്ളത്. 5-അംഗ ബെഞ്ച്, RM ലോധയുടെ നേതൃത്വത്തിൽ ഞാനിന്ന് കണ്ടു ഒരു 5-അംഗ ബെഞ്ച്. അതിനകത്ത് എന്താണ് മദൻ ലോക്കൂർ ഉൾപ്പെടെയുള്ള സീനിയർ ജഡ്ജിമാരിരുന്നിട്ടുള്ള ജഡ്ജിമെൻറ്റിൽ പറയുന്നതാണ് വളരെ സുരക്ഷിതമാണ്. അതിൽ ഒരിടത്ത് പറയുന്നതായി മനസ്സിലാക്കിയത് എന്താണ്? 15 TMC വെള്ളമാണ് പിന്നെ മുല്ലപ്പെരിയാർ ഡാമിലുള്ളത്. അത് ഇടുക്കിയിലേക്ക് വരുന്നു. ഇടുക്കിയിൽ 75 TMC വെള്ളം പിന്നെ ശേഖരിക്കാവുന്നിടത്ത് 75 TMC വെള്ളമില്ല. അതുകൊണ്ട് മുല്ലപ്പെരിയാറിൽ 15 TMC വെള്ളം അവിടുന്ന് താഴോട്ടൊഴുകിയാലും അത് വളരെ ഭദ്രമായി ഇടുക്കി ഡാമിൽ വന്നങ്ങ് കിടന്നോളൂ എന്നാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പറയുന്നതെന്ന് ആലോചിച്ച് നോക്ക്. 15 TMC വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്ന് പൊട്ടിയാൽ അത് വളരെ അച്ചടക്കത്തോടുകൂടി ഇടത്തോട്ടും വലത്തോട്ടും നേരെയുമൊക്കെ ഒഴുകി വന്ന് ഒരു അനുസരണയുള്ള കുട്ടിയെപ്പോലെ ഈ 15 TMC വെള്ളം ഇടുക്കി ഡാമിൽ വന്ന് ഭദ്രമായി അവിടെ കിടന്നോളും. അതുകൊണ്ടൊന്നും പേടിക്കാനില്ല. അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം പിന്നെ സുശക്തവും ഭദ്രവുമാണ് എന്ന് ഇന്ത്യയുടെ നീതിപീഠം, ഏത് നീതിപീഠ? പരമോന്നത നീതിപീഠം പറയുന്നൊരവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഈ വിഷയം സുപ്രീം കോടതിയിലേക്ക് പോയത്? ഭരണകൂടത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണോ ഈ വിഷയം സുപ്രീം കോടതിയിലേക്ക് പോയത്? ഒരിക്കലുമല്ല. എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ പബ്ലിക് സ്പിരിറ്റഡ് ആയിട്ടുള്ള പൊതുതാൽപര്യത്തിൽ പിന്നെ പൊതു താല്പര്യം പ്രധാനപ്പെട്ട മുൻഗണനാ വിഷയമായി എടുക്കുന്ന വ്യക്തികളുടെ സുപ്രീം കോടതി, ഇപ്പോൾ ജോ ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കാര്യം ഒന്ന് സൂചിപ്പിച്ചു. ഓരോ നിമിഷവും ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ യഥാർത്ഥത്തിൽ കണ്ടിട്ട് പോലുമില്ല, ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും കൂടുതൽ ബഹുമാനം എനിക്ക് ആ മനുഷ്യനോട് തോന്നുകയാണ്. അതുപോലെ റസൽ ജോയി എന്ന് പറഞ്ഞ അങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് വ്യക്തികൾ വ്യക്തി താല്പര്യം മുൻനിർത്തി അവരുടെ പോക്കറ്റിൽ നിന്നൊക്കെ പണമുണ്ടാക്കി സുപ്രീം കോടതിയിൽ പോകുമ്പോഴാണ് പിന്നെ അനുകൂലമായിട്ടുള്ള വിധികൾ ഉണ്ടാകുന്നത്. അതിൽ അനുകൂലമാണോ അല്ലയോ എന്നുള്ള കാര്യം തർക്കമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ നിൽക്കുന്ന കുഴിയിലോട്ട് കാലം നീട്ടി നിൽക്കുന്ന ഇനിയും കൊതിയുള്ള ഒരു 25 വർഷം കാത്തിരിക്കുന്ന എല്ലാവർക്കും ഇത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. മിക്കവാറും ആയുസത്തിനു മുമ്പ് ഇത് പൊട്ടിച്ചാവാനാണ് സാധ്യത. ഇതിന്റെ സംഘാടകരോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഇന്ന് സത്യം പറഞ്ഞാൽ കലൂര് മുതൽ മറൈൻ ഡ്രൈവിൽ ഇവിടം വരെ എല്ലാരും ഇവിടെ നിന്ന് ശ്രദ്ധിക്കണേ, വേറെ വർത്താനം പറയരുത്. അതായത് വേറെ വർത്താനം പറയല്ലേ. അപ്പൊ വിദ്യാർത്ഥികൾ ഇതിലെന്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഇറങ്ങുന്നില്ല? നിങ്ങൾ ഇന്ന് കലൂര് ബസ് സ്റ്റാൻഡ് മുതൽ മറൈൻ ഡ്രൈവ് വരെ 3 മണിക്കൂർ നടന്നപ്പോൾ ഞാൻ കണ്ടു ഒരാൾ കാല് ഏച്ച് വലിച്ചു നടക്കണം. അത് കണ്ടിട്ട് ഞാൻ അങ്ങനെ ഇതായിട്ട് പറയുമല്ല, ഞാൻ ഇന്നലെ മരിക്കാൻ നടക്കുന്ന ആളാ. അയാൾക്ക് ഒരു 5 വർഷമാണ് ഞാൻ കൊടുത്തത്.
കൂടാതെ ഇതിലുള്ള എല്ലാത്തിനും ഒരു 15-20 സംഘാടകരോടും ഞാനും ഇതിന്റെ സംഘാടകരിൽ ഒരാളാണല്ലോ, ഞാനടക്കം വലിയ വലിയ കോളേജുകളിൽ പോയി ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. കൂടാതെ നമുക്കറിയേണ്ട ഒരു കാര്യം, മറ്റേ ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞാൽ ഇപ്പൊ പൊട്ടും, ദേ പൊട്ടും, നാളെ പൊട്ടും, ഇന്ന് രാത്രി പൊട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പൊട്ടിയാൽ സത്യത്തിൽ രക്ഷപ്പെട്ട്. ഇപ്പോഴത്തെ മനുഷ്യൻ ജീവിക്കുന്ന ബുദ്ധിമുട്ട് ആലോചിച്ചാൽ സത്യത്തിൽ കേരളത്തിൽ മരിക്കുന്നതാണ് നല്ലത്. ഇവിടെ നിൽക്കുന്ന ആർക്കും അതിന് പേടിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, ഇത് രാഷ്ട്രീയ കളിയാണ്. പുതിയ ഡാമോ പുതിയ സംഭവം ഉണ്ടായാൽ പഴയ കൈക്കൂലിയുടെ എഗ്രിമെന്റ് പുതുക്കാൻ പറ്റില്ല. ശരിയായ എഗ്രിമെന്റുകൾ പുതുക്കാൻ പറ്റും. അല്ലാണ്ട് കൈക്കൂലിയുടെ എഗ്രിമെന്റ് പുതുക്കാൻ പറ്റുമോ? എനിക്ക് പണ്ട് വെള്ളം ഇത്ര അവിടെ കൊടുത്ത ഇത്ര കാശ്, കരണ്ട് ഇത്ര കൊടുത്ത ഇത്ര കാശ്, കമന്ന് വീണാൽ കാപ്പവം അടിച്ചോണ്ട് പോകുമെന്ന് ഷാജഹാൻ സാർ ഇവിടെ പറഞ്ഞ കറക്റ്റാ. കുറെ നാള് മുഖ്യമന്ത്രിയുടെ PS ആയിട്ടിരുന്ന ആളാണ് ഈ പറയണത്. എല്ലാവരും പോലീസുകാരടക്കം കളക്ടറടക്കം രാജിവെക്കുമ്പോഴാണ് ഇവര് സത്യം വിളിച്ചു പറയണത്. നക്ഷത്രവും തൊപ്പിയുള്ളപ്പോൾ ഇവരെല്ലാ കുരുത്തക്കേടും കാണിക്കും. റിട്ടയർ ആയി ചാവാൻ കിടക്കുമ്പോ സത്യം വിളിച്ചു പറയും. പല പോലീസ് ഉദ്യോഗസ്ഥരും കണ്ടിട്ടുണ്ടാ, റിട്ടയർ കഴിഞ്ഞാൽ വീരവാദമാണ്. അത് ചാനലിൽ കുറെ കുരിശികൾ വന്നിരിപ്പുണ്ട്. അവർ ഇരിക്കണ സമയത്ത് ആ തൊപ്പി വെച്ച് ശമ്പളം മേടിക്കുമ്പോൾ രാഷ്ട്രീയ അടിമകളായി IAS-ഉം IPS-ഉം വെറും കൂലിപ്പണി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തെരുവിൽ വന്ന് നിൽക്കണം. ഈ സമയത്ത് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ചെയ്തുകൂടെ? അതുകൊണ്ട് കലൂരിൽ നിന്ന് മറൈൻ ഡ്രൈവ് വരെ കഷ്ടപ്പെട്ട് ആ വെയിലത്ത് നടന്ന എല്ലാവരുടെയും പാദം തൊട്ട് ഞാൻ നമസ്കരിക്കുന്നു. തലമുറക്ക് പ്രാക്കുണ്ടാവാതിരിക്കട്ടെ. ഞാൻ ഇതിന് കിട്ടില്ല. ഈ നിൽക്കണ ചേട്ടനെ ഞാൻ ഒരു പ്രാവശ്യം കൃഷിയുടെ സമരത്തിൽ പറഞ്ഞാണ്, MLA MP-മാരെ വീട്ടിൽ കയറ്റരുത്. നമ്മൾ തെരഞ്ഞെടുത്തവന്മാർ ഇതിന്റെ മുമ്പിൽ വന്നോ? ഏതെങ്കിലും മാധ്യമങ്ങൾ ഇതിന്റെ മുമ്പിൽ വന്നോ? സത്യം പറഞ്ഞാൽ ഞങ്ങളെ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളും കൂടി ഇല്ലെങ്കിൽ നിങ്ങളെയൊക്കെ മൊത്തത്തിൽ മറിച്ചു വിട്ടേനെ. പുതിയ തലമുറയെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം പെറ്റ തള്ളയായാലും മകളായാലും ഭാര്യയായാലും വിറ്റ് കാശുണ്ടാക്കിയാൽ 4 ബെൻസ് കാറുണ്ടെങ്കിൽ പത്മശ്രീ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് മാറി ചിന്തിക്കണം ചെറുപ്പക്കാരെല്ലാം. പുള്ളിക്ക് ഒരു സോഡയും കൂടി മേടിച്ചു കൊടുക്കുക. ഇതാണ് ഇതിന്റെ കുഴപ്പം. അവിടുത്തെ സോഡ ഉണ്ടാക്കിയാൽ ആ വെള്ളം പറ്റിക്കോളും എന്ന് വച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതായത് നമ്മൾ ഡാം പൊട്ടുന്ന് ആദ്യമായി HOD ഡിക്ലെയർ ചെയ്ത ആരാണെന്ന് അറിയാമോ? പലരും പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ 2011 കേരള ഒരു മനുഷ്യച്ചങ്ങല ഉണ്ടായിരുന്നു, എറണാകുളം മുതൽ മുല്ലപ്പെരിയാർ വരെ. അതിൽ ഒരു സംസ്ഥാന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഈ ഡാം പൊട്ടും, ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ 50 ലക്ഷം മുതൽ 1 കോടി വരെ ആളുകൾ മരിക്കും, 6 ജില്ലകൾ ഇല്ലാതാകും. അതാരാ പറഞ്ഞത്? ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ 2018 ഇവിടെ ഇത് പറയുമ്പോൾ റസൽ ജോയ് പറയുന്നൊന്നും പറയല്ലേ എന്ന് പറയും. ആ പിണറായി വിജയൻ 2018 സുപ്രീം കോടതിയിൽ റസൽ ജോയ് കൊടുത്ത ഹർജിയിൽ മറുപടിയെ കൊടുത്ത എന്താ അറിയാമോ? അവർ